ഇടുക്കി ഉടുമ്പൻചോലയിൽ ബധിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. വീടിന് സമീപം നിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ വായ പൊത്തി അടുത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് അതിക്രമം ഉണ്ടായത്. പ്രിൻസ് പി ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് മറ്റു വിവരങ്ങൾ? ഇടുക്കി ഉടുമ്പൻചോലയിലാണ് ബധിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളി ആണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായിട്ടുള്ളത്. വീടിന് സമീപം നിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ വായ പൊത്തി അടുത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. പ്രിൻസ് ഉണ്ട്. പ്രിൻസ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇതിൽ ഒരാൾ മാത്രമാണോ? മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? അഭിലാഷ്, ഇന്നലെ ആണ് ഇത്തരത്തിൽ സംഭവം നടന്നതായി ഉടുമ്പൻചോല പോലീസ് അറിയിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിയോടെ ഈ മധ്യപ്രദേശ് സ്വദേശിയായ റിമു എന്ന അന്യസംസ്ഥാന തൊഴിലാളി വീടിന് സമീപം, അല്ലെങ്കിൽ ഈ ഏലത്തോട്ടത്തിന് സമീപം ഒറ്റയ്ക്ക് നിന്നിരുന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിയെ കാണാതായ തുടർന്ന് വീട്ടുകാരും ഒപ്പം മറ്റു തൊഴിലാളികളുമൊക്കെ ഈ മേഖലയിലൊക്കെ പരിശോധന കണ്ടെത്താനായില്ല. തുടർന്ന് രാത്രി 7:30-യോടെയാണ് കുട്ടിയെ തിരികെ വീട്ടിലെത്തിയത്. ആ സമയത്താണ് ഈ ഇത്തരത്തിലൊരു അപകടം നടന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാൾ തന്നെ പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരം കുട്ടി മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ഉടുമ്പൻചോല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും രാത്രിയിൽ തന്നെ റിമുവിനെ പിടികൂടുകയും ചെയ്തു. 8 മാസം മുൻപാണ് ഇയാൾ ഈ ഇടുക്കിയിലേക്ക് തൊഴിൽ തേടിയെത്തിയത്. തോട്ടം തൊഴിലാളിയായി, ഏലത്തോട്ടത്തിൽ തൊഴിലാളിയായി ജോലി നോക്കി വരികയാണ്. ഏതായാലും ഇയാളുടെ സാഹചര്യങ്ങളൊക്കെ ഉടുമ്പൻചോല പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഏതായാലും നാളുകൾക്ക് മുൻപ് ഇവിടെ മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. കുട്ടിയുടെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തും. അഭിലാഷ്, ശാരീരികമായി പോരായ്മകൾ ഉള്ള പെൺകുട്ടിയെ ആണ് ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നതാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇങ്ങനെയൊരു അതിക്രമം കാണിച്ചത്. ബധിരയും മൂകയുമായ പെൺകുട്ടിയെ ആണ് വായുപൊത്തി സമീപത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോയി അതിക്രമം നടത്താൻ ശ്രമിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.